നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മളിന്നിവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു യോഗ വർക്കൗട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രാക്ടീസാണ് ചെയ്യാൻ പോകുന്നത്. ചെറുതായിട്ട് തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ്, അപ്പോൾ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് നമ്മൾക്ക് എന്തായാലും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. എൻ്റെ ഒപ്പം നിങ്ങളും പ്രാക്ടീസ് ചെയ്യുമെന്ന് കരുതുന്നു. സ്റ്റാർട്ട് ചെയ്യാം. കാലുകൾ രണ്ടും ചേർത്ത് കൈകൾ ശരീരത്തിൻ്റെ വശങ്ങളിൽ വെച്ച് താടാസന സ്ഥിതിയിലേക്ക് വരിക. ദീർഘമായ ശ്വാസമെടുത്ത് 2 കൈകളും വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ റിലീസ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ. ശ്വാസം എടുത്ത് കൈകൾ വശങ്ങളിലൂടെ മുകളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, മുകളിലോട്ട് വലിച്ചു കൊടുക്കുക. എക്സ്ഹേൽ. തേർഡ് റൗണ്ട്. Breathe in, breathe out. 2 തവണ കൂടി. ഇൻഹേൽ, മുകളിലോട്ട്. എക്സ്ഹേൽ, 1 തവണ കൂടി. Breathe in, breathe out. അടുത്തതായിട്ട് പാദഹസ്താസന പ്രാക്ടീസ്. ഇൻഹേൽ, ശ്വാസം എടുത്ത് കൈ മുകളിലോട്ട് ഉയർത്തും. ശ്വാസം വിട്ട് മുന്നിലോട്ട് ബെൻഡ് ചെയ്യും. നിങ്ങൾക്ക് എന്തോരാണോ സാധിക്കുന്നത് ആ രീതിയിൽ കൈകൾ മുന്നിലോട്ട് കുനിച്ച് തല താഴേക്ക് കുനിച്ചിടാം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലൂടെ താഴേക്ക്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. സൈഡിലോട്ട് തിരിഞ്ഞിരുന്ന് കാണിക്കാം. ഇൻഹേൽ, കൈകൾ വശങ്ങളിലൂടെ മുകളിലോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു. എക്സേൽ, ഹിപ്പ് മുതൽ താഴേക്ക് മുന്നിലോട്ട് ബെൻഡ് ചെയ്തു. കൈ താഴെ പതിക്കാൻ പറ്റുന്നെങ്കിൽ വെക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ വരെയാണ് എത്തുന്നതെങ്കിൽ അവിടെ വെക്കുക. ബാക്ക് പെയിനൊക്കെ ഉള്ളവർ ഈ ഒരു പ്രാക്ടീസ് ഇത്രമാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവർക്ക് ഓരോരുത്തർക്കും റേഞ്ച് ഓഫ് മോഷൻ അനുസരിച്ച് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. Inhale up, exhale down. Inhale up, exhale down. Inhale up, 4th round. Exhale down. Inhale up, ശ്വാസം എടുത്ത് മുകളിലേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്. Inhale up, exhale down. Inhale up, exhale down. 2 more rounds. Inhale up, exhale down. 1 തവണ കൂടി. ശ്വാസം എടുത്ത് കൈകൾ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്തു. സ്പൈനെ ലെങ്തൻ ചെയ്തു. സ്പൈൻ ലെങ്തൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നിലോട്ട് ബെൻഡ് ചെയ്യുക. അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് 1, 2, 3, 4 and 5. ബെൻഡ് ഫോർവേഡ്. ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ ചെയ്യാം. 1, 2, 3, 4 and 5. Inhale and exhale. Release. ശ്വാസം വിട്ടുകൊണ്ട് റിലീസ് ചെയ്യാം. കാലുകളകത്തി ശിഥില താടാസന റിലാക്സേഷൻ. ഓക്കെ, ഏകം കാലുകളകത്തി വെക്കുക. ത്രികോണാസന 2 സൈഡിലേക്കും 10 കൗണ്ട്. 1. Inhale up, exhale opposite side. Inhale up, exhale right. Inhale up. സൈഡിലോട്ട് തന്നെ ആയിരിക്കണം ബെൻഡ് ചെയ്യണത്. മുന്നിലോട്ട് ആഞ്ഞ് കൈ കാലിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ട. സൈഡിൽ ഇത്രയും നിങ്ങൾക്ക് പറ്റുന്നുള്ളൂ എങ്കിൽ അത്രയും ചെയ്താൽ മതി. ഓപ്പോസിറ്റ് സൈഡിൽ നന്നായിട്ട് ആ സ്ട്രെച്ച്, ആ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ സെൻറ്റർ, എക്സേൽ റൈറ്റ്. പറ്റുന്നുണ്ടെങ്കിൽ കാൽപാദം വലതുവശത്തോട്ട് തിരിച്ചു കൊടുത്ത് വലതുവശത്തോട്ട്. ഇൻഹേൽ, നേരെ വന്നു, കാൽപാദം നേരെ വെച്ചു. Exhale left. Inhale and exhale. Inhale and exhale. Inhale, exhale. Inhale and 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 exhale.
ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇൻഹേൽ മെയിൻറ്റെയിൻ ആണെങ്കിൽ എക്സേൽ വലത് കൈ വലതുവശത്തുകൂടി വലത് കാലിനടുത്തേക്ക്. ശ്രദ്ധിക്കേണ്ടത് മുന്നിലോട്ട് ആഞ്ഞ് കൈ കാലിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ട, സൈഡിലോട്ടാണ് ബെൻഡ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അപ്പോൾ കാൽമുട്ട് വരെ എത്തുള്ളെങ്കിൽ അവിടെ വെക്കുക, കാൽപാദത്തിനടുത്ത് എത്തുമെങ്കിൽ അവിടെ വെക്കുക. നോർമൽ ബ്രീത്തിങ്, ദൃഷ്ടി മുകളിലേക്ക്. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡ്. എക്സേൽ. 1. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ ഇടതുവശത്തേക്ക്, കാലിനടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാം. ദൃഷ്ടി നേരെ മുകളിലത്തെ കൈയിലേക്ക്. 5 6 നോർമൽ ബ്രീത്തിങ്. 7 8 9 and 10. ശ്വാസം എടുത്ത് നേരെ വിട്ടുകൊണ്ട് റിലീസ് ചെയ്യാം. കാലുകളൊക്കെ ഒന്ന് കുടയണമെങ്കിൽ കുടയാം. ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക, റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് വജ്രാസന. ഉപ്പൂറ്റിയിലിരിക്കുന്ന സ്ഥിതിയിലിരിക്കുക. ഒരു കൈമുട്ട് അകലത്തിൽ കാൽമുട്ടുകൾ, ഒരു കൈമുട്ട്, ഒരു കൈപ്പത്തി മുന്നിലോട്ടെടുത്ത് ടൈഗർ ബ്രീത്തിങ് ചെയ്യാനായിട്ട് റെഡിയാവാം. കൈപ്പത്തി, കാൽമുട്ട്, കാൽപാദം സ്ട്രെയിറ്റ് ലൈനാണ്. ഇൻഹേൽ, തല മുകളിലോട്ട് ഉയർത്തി നടുവ് താഴേക്ക് വളച്ചു കൊടുക്കുക. എക്സേൽ, താടി നെഞ്ചിനടുത്തോട്ട് സ്പൈനെ നന്നായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. റിപ്പീറ്റ്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. കൈമുട്ട് മടങ്ങരുത്. ഇൻഹേൽ അപ്പ്, ശ്വാസം എടുത്ത് തല മുകളിലോട്ട് നടുവ് താഴോട്ട് വളച്ചു കൊടുത്തു. എക്സേൽ ഡൗൺ, താടി നെഞ്ചിനടുത്തോട്ട് അപ്പർ നോച്ചിനടുത്തേക്ക് സ്പൈൻ കർവ് ചെയ്ത് കൊടുക്കുക, റാ ഷേപ്പ് ആക്കി കൊടുക്കുക. Inhale up, exhale down. Once more. Inhale up, exhale down. Okay. സാവധാനം പ്ലാങ്ക് പോസ്, ചതുരംഗ ദണ്ഡാസന. നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ചെയ്യാറുള്ള പ്രാക്ടീസ്. ചതുരംഗ ദണ്ഡാസന മെയിൻറ്റെയിൻ. 1 2 3 4 5 6 7 8 9 and 10. ശശാങ്കാസന. കാൽമുട്ട് താഴെ വെച്ചു, ഹിപ്പ് ഹീൽസിനടുത്തോട്ട്, കൈകൾ മുന്നിലായിട്ട് നീട്ടി വെച്ചു, റിലാക്സ് ചെയ്യുക. ഒരു തവണ കൂടി. എക്സേൽ, ചതുരംഗം. 2, ഹിപ്പ് ഇങ്ങനെ വല്ലാതെ ഉയർത്തിയോ താഴ്ത്തിയോ കൊടുക്കരുത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ. 2 3 4 5 6 7 8 9 and 10. ശശാങ്കം. കാൽമുട്ട് താഴെ വെച്ചു, ഉപ്പൂറ്റിയിലിരിക്കാം. ഓക്കെ, കമിഴ്ന്ന് കിടക്കുക. ഭുജംഗാസന. കൈകൾ രണ്ടും നെഞ്ചിന് വശങ്ങളിൽ കൈപ്പത്തി താഴോട്ടായിട്ട് പതിച്ചു വെച്ചിട്ടുണ്ട്. കാലുകൾ ചേർത്ത് കാലിൻ്റെ വിരലിൽ പുറകിലോട്ട് ചൂണ്ടിയിരിക്കുന്ന രീതിയിൽ വെക്കുക. കൈമുട്ട് ശരീരത്തോട് ചേർന്നിരിക്കണം. ഇൻഹേൽ, തലയും നെഞ്ചും ഉയർത്തുക, മെയിൻറ്റെയിൻ ചെയ്യുക. നേവൽ വരെയുള്ള ഭാഗമാണ് നമ്മൾ ഉയർത്തി കൊടുക്കുന്നത്. 1 2 3 4 and 5. എക്സേൽ ആൻഡ് റിലീസ്. ബുദ്ധിമുട്ടുള്ളവർ 2 കൈമുട്ടും ജസ്റ്റ് കൈമുട്ടുകൾ താഴെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ശ്വാസം എടുത്ത് തലയും നെഞ്ചും ഉയർത്തിയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. എക്സേൽ ചെയ്ത് റിലീസ് ചെയ്യാം. ഓക്കെ, അല്ലാത്തവർ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കൈമുട്ട് ശരീരത്തോട് ചേർന്ന് തന്നെ ഇരിക്കണം. ഇൻഹേൽ അപ്പ്. 1 2 3 4 and 5. എക്സേൽ ഡൗൺ. കൈകൾ പുറകിൽ ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്ത് കൂട്ടിപ്പിടിക്കാം. ഇൻഹേൽ അപ്പ്. 1 2 3 4 and 5. എക്സേൽ ഡൗൺ. ഒരു തവണ കൂടി. ഇൻഹേൽ, തലയും നെഞ്ചും ഉയർത്തി. 1 2 3 4 and 5. എക്സേൽ ഡൗൺ. കൈകൾ മുന്നിൽ ക്രോസ് ചെയ്തു. മകരാസന റിലാക്സേഷൻ. കാലിൻ്റെ ഉപ്പൂറ്റി തമ്മിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ കാലുകൾ അകത്തിയിട്ട് കാലിൻ്റെ ഉപ്പൂറ്റി തമ്മിൽ ഫേസ് ചെയ്യുക. കൈകൾ മുന്നിലിങ്ങനെ ക്രോസ് ചെയ്ത് തല ഒരു വശത്തോട്ട് ചരിച്ച്
റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക. ധനുരാസന. കാലുകൾ ചേർത്തു, ഓരോ കാലുകൾ മുട്ടുമടക്കി കൈകൾ ആംഗിൾസിൽ പിടിക്കുക. ഇൻഹേൽ, ശ്വാസം എടുത്ത് തലയും നെഞ്ചും ഉയർത്തുക. ഒപ്പം തന്നെ നമ്മുടെ കാല് ഉയർത്തി കൊടുക്കുക. തൈസ് മുകളിലോട്ട് ഉയർത്താൻ ശ്രമിക്കുക. 1 നോർമൽ ബ്രീത്തിങ്, 2 3 4 5 6 7 8 9 and 10. റിലീസ്. ഒരു തവണ കൂടി. ഇൻഹേൽ, 1 2 3 4 5 6 7 8 9 and 10. Relax. Makarasana. സാവധാനം മലനിരക്കുന്ന സ്ഥിതിയിലോട്ട് വരാം. സ്ട്രെയിറ്റ് ലെഗ് റേസിംഗ്, 10 കൗണ്ട്സ്. 2 കാലുകൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യുക. ബാക്ക് പെയിൻ ഉള്ളവർ ഓരോ കാലുകൾ മാത്രം ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1 2 ഇൻഹെയിൽ അപ്പ് ആൻഡ് എക്സെയിൽ ഡൗൺ. 3 കാൽമുട്ട് മടക്കാതെ ഉയർത്താം, എക്സെയിൽ ചെയ്ത് താഴ്ത്താം. 4 5 6 7 8 9 and 10. ഇവിടെ 10 കൗണ്ട്സ് ആണ് ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു 30 to 50 കൗണ്ട്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അടുത്തതായിട്ട് ശ്വാസം എടുത്ത് വലത് കാല് മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കാം. കൈ കൊണ്ട് കൂട്ടിപ്പിടിക്കാം. വയറ് നന്നായിട്ട് തൈസ് കൊണ്ട് അമർന്നിരിക്കണം. അർദ്ധ പവനമുക്താസനയുടെ വേരിയേഷനാണ്. ദെൻ ഇടത് കൈ കൊണ്ട് വലത് കാലിൻ്റെ മുട്ടിൽ പിടിച്ച് ഇടത് വശത്തോട്ട് കാലിൻ്റെ മുട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ട്വിസ്റ്റിംഗ് പോസാണ് നമ്മൾ ചെയ്യുന്നത്. സ്പൈനൽ ട്വിസ്റ്റ് ആണ്. ദൃഷ്ടി നേരെ മുകളിലേക്കോ അല്ലെങ്കിൽ വലതുവശത്തേക്കോ തിരിഞ്ഞു നോക്കാം. നോർമൽ ബ്രീത്തിങ്ങിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കാല് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. എതിർവശം അതുപോലെ ചെയ്യണം. എതിർവശം ശ്വാസം എടുത്ത് ഇടത് കാല് മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ട് കാൽമുട്ട് മടക്കുക. കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിക്കാം. വയറ് നന്നായിട്ട് അമർന്നിരിക്കട്ടെ. ശേഷം നമ്മുടെ ഇടത് കൈ വശങ്ങളിലോട്ട് നീട്ടി വെച്ചു. ഈ ഒരു രീതിയിൽ ഷോൾഡർ ലെവലിൽ നീട്ടി വെച്ചു. വലത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ മുട്ടിൽ പിടിച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തോട്ട് കാലിനെ തിരിച്ചു കൊടുക്കുക. നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ദൃഷ്ടി ഇടത് കൈവിരലിലേക്ക് നോക്കാം. റിലാക്സ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ശ്വാസം എടുത്ത് നേരെ വരാം. വിട്ടുകൊണ്ട് കാല് താഴ്ത്താം. അടുത്തതായി ശ്വാസം എടുത്ത് 2 കാല് ഉയർത്തുക. ശ്വാസം വിട്ട് കാൽമുട്ട് മടക്കുക. കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിക്കാം. വയറ് നന്നായിട്ട് അമർന്നിരിക്കണം. സാധിക്കുന്നുള്ളവർ ശ്വാസം വിട്ട് തലകൂടി ഉയർത്തി കാൽമുട്ടിനെടുത്ത് കൊണ്ടുവരിക. നോർമൽ ബ്രീത്തിങ് ആണ്. സാവധാനം ഇതേപോലെ റോക്ക് ആൻഡ് റോൾ ചെയ്യാൻ പോവുകയാണ്. അതായത് കൈകൾ ഇങ്ങനെ പിടിച്ചു, ഒന്ന് പുഷ് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ വരിക, ദെൻ കിടക്കുന്ന പൊസിഷനിൽ. 2 3 4 and 5. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് റെഡി ആയിക്കോളും. പവനമുക്താസനയിൽ റോക്കിംഗ് ആൻഡ് റോളിംഗ് ആണ് നമ്മൾ ചെയ്തത്. ശേഷം ശ്വാസം എടുത്ത് കാല് മുകളിലേക്ക് ഉയർത്തി വിട്ടുകൊണ്ട് കാലുകൾ പതിയെ താഴേക്കുക. കാലുകൾ അകത്തി ശരീരത്തെ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് അവിടെ കിടക്കുക.
കാലുകളകത്തി കൈകളകത്തി ശരീരത്തിന് ആവശ്യമായ റിലാക്സേഷൻ എടുക്കാവുന്നതാണ്. ശേഷം സാവധാനം കൈകളും കാലുകളും ചേർത്ത് ഒരു വശം ചരിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന സ്ഥിതിയിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു യോഗ വർക്കൗട്ട് എന്നുള്ള രീതിയിലുള്ള പ്രാക്ടീസാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോരുത്തർക്കും ശരീരത്തിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ അനുസരിച്ച് മാത്രം ചെയ്ത് പരിശീലനം തുടങ്ങുക. പതിയെ ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ ബിഗിനേഴ്സിന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു ഫോളോ ലോങ് യോഗ പ്രാക്ടീസുകൾ കിടക്കുന്നുണ്ടാവും. നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഓൺലൈൻ യോഗ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിലൂടെ വാട്സപ്പ് മെസ്സേജിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനിടയിൽ ഒരാളെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. കുറച്ച് നേരമായിട്ട് അവിടെ വന്നിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, കുറച്ച് നേരമായിട്ട് ആൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് വന്നതാണ്. ഇടയ്ക്ക് വെച്ച് 1-2 പ്രാവശ്യം തല സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ പേര് പൂജിത അല്ലേ? എൻ്റെ പേര് പൂജിത. ഇയാൾ എൻ്റെ കുഞ്ഞുമണി പൂജിത മുകേഷാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ, ബൈ.